हरि ओम। ओम सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांति। शांताकारं भुजगशयनं पद्मनाभं सुरेशं विश्वाधारं गगनसदृशं मेघवर्णं शुभांगं लक्ष्मीकान्तं कमलनयनं योगिहृद्ध्यानगम्यं वन्दे विष्णुं भवभयहरं സർവലോകൈകനാഥം. ഇന്നത്തെ 100-101 ശ്ലോകം. അനന്തരൂപോ അനന്തശ്രീ ചിദമന്യുർഭയാപഹ ചതുരശ്രോ ഗഭീരാത്മാ വിദിശോ വ്യാദിശോ ദിശ അനാദിർഭൂർഭുവസ്ലക്ഷ്മി സുവീരോ രുചിരംഗദ ജനനോ ജനജന്മാതിർ ഭീമോ ഭീമപരാക്രമ. ഇന്നത്തെ നാമം 938. വിദിശ. വിദിശ എന്ന് വെച്ചെങ്കിൽ വി എന്ന് വെച്ചെങ്കിൽ വിശേഷപ്പെട്ട എന്നൊരു അർത്ഥമുണ്ട്. വി എന്ന് വെച്ചെങ്കിൽ പക്ഷി എന്നുള്ള അർത്ഥമുണ്ട്, ആകാശം എന്നുള്ള അർത്ഥമുണ്ട്, പല അർത്ഥങ്ങളുമുണ്ട് വിക്ക്. അപ്പോൾ വി വിശേഷപ്പെട്ട. വിദിശ വിശേഷണ ദേശിക്കുന്നവൻ, വിശേഷേണ ദേശിക്കുന്നവൻ. ദേശിക്കുന്നവൻ എന്ന് വെച്ചാൽ ഉപദേശിക്കുന്നവൻ എന്നർത്ഥം. ദേശികൻ എന്ന് വെച്ചാൽ ഉപാധ്യായൻ എന്നല്ല അർത്ഥം. ദേശികൻ കൊടുക്കുന്നവൻ. അപ്പോൾ വിശേഷേണ ദേശിക്കുന്നവൻ, വിശേഷേണ കൊടുക്കുന്നവൻ, കർമ്മഫലദാത എന്നർത്ഥം. അതാണ് അതിൻ്റെ അർത്ഥം, വ്യാപ്തത്തിലുള്ള അർത്ഥം. കർമ്മഫലദാത സേവ പിടിച്ച് കാര്യം സാധിക്കാൻ കഴിയാത്ത ഒരു പ്രസ്ഥാനമാണ് കൊണ്ടു നടക്കുന്നത് അർത്ഥം. അങ്ങനത്തെ ഒരു പ്രസ്ഥാനമാണ്. കറപ്റ്റ്ലെസ് സൊസൈറ്റി എന്നൊക്കെ പറയേ. കാശ് കൊടുത്ത് എന്തും സാധിക്കാമെന്ന് നിശ്ചയിക്കേണ്ട. അതിൻ്റേതായിട്ടുള്ള വ്യവസ്ഥകളുണ്ടാവും, വ്യവസ്ഥയിൽ കൂടെ പോവാം, കൃത്യമായ ഫലം കിട്ടും. ഗംഭീരാത്മാവായതുകൊണ്ട് ഭഗവാന്റെ മനസ്സറിയാൻ ആർക്കും കഴിയില്ല. അദ്ദേഹം എന്താ നിശ്ചയിക്കണമെന്ന് വെച്ചാൽ അത് നടക്കും. മനസ്സിലായില്ലേ? എന്നാലും അതിനൊരു വ്യവസ്ഥയുണ്ട്. നമ്മുടെ കയ്യിലിരിപ്പ് പ്രകാരം തന്നെ നടത്തുള്ളൂ, ഒരു സംശയമില്ല. അതിനൊന്നും ഒരു വ്യതിചലനം ഉണ്ടാവില്ല. പക്ഷെ അവിടെ കളിക്കാനൊന്നും പറ്റില്ല. ചെയ്തതിനുള്ള കൂലി കിട്ടുന്നെ ചെയ്യും. ഒരു തരത്തിലും ഫലം നൽകുന്നതിൽ ഭഗവാന് തെറ്റു പറ്റൂല. ആ വ്യവസ്ഥയ്ക്ക് തെറ്റും പറ്റില്ല. അതാണ് വിദിശ, വിശേഷേണ ദേശിക്കുന്നവൻ എന്നർത്ഥം. നാമം നമ്മൾ കണ്ടതുമാണ് കേട്ടോ. കർമ്മഫലദാത എന്നുള്ള നാമം, അർത്ഥം വരുന്ന നാമം എത്രയോ നമ്മൾ കണ്ടതാണ്. പല പ്രാവശ്യവും ഡിസ്കസ് ചെയ്തതാണ്. അടുത്തത് 939 വ്യാദിശ. വ്യാദിശ വിശേഷേണ ആദേശിക്കുന്നവൻ, ആജ്ഞാപിക്കുന്നവൻ, ഡയറക്റ്റ് ചെയ്യുന്നവൻ, നിയന്ത്രിക്കുന്നവൻ, ഇതൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ഭഗവാന്റെ ആജ്ഞ നമ്മളുടെയൊക്കെ ഒരു ഉൾവിളി ഉണ്ട്. ഭഗവാന്റെ ആജ്ഞ നമ്മളുടെയൊക്കെ ഉള്ളിലൊരു വിളി ഇങ്ങനെ നമുക്ക് വിളിയാന്ന് വെച്ചോ. ഞാൻ പറഞ്ഞ കോൺഷ്യൻസ് ഉണ്ടല്ലോ, ആ കോൺഷ്യൻസ് നമ്മളോട് എപ്പോഴും പറയുന്നുണ്ട്, ഒരു ഇന്നർ വോയിസ്. അത് ആർക്കും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട് അത്. പക്ഷെ നമ്മളത് സപ്രസ് ചെയ്തിട്ട് പുറമെ വേറൊരു പേഴ്സണാലിറ്റി ആയിട്ട് വരികയാണ്. ഒരു വേഷം കെട്ട് മാറ്റുക, ഒരു വേഷം മാറൽ ചെയ്യുക നമ്മളവിടെ. ഉള്ളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വോയിസ് അല്ല നമ്മൾ പുറത്തേക്ക് വോയിസ് ചെയ്യണത്. വളരെ വളരെ വ്യത്യാസമുണ്ട്. അവിടെയാണ് നമുക്ക് തകരാറ് പറ്റുന്നത്. അത് ആസ് ഇറ്റ് ഈസ് യഥാ നിയുക്തോസി തഥാ കരോമി ചെയ്താൽ മതിയായിരുന്നു. നല്ലതെങ്കിൽ നല്ലത്, ചീത്തെങ്കിൽ ചീത്ത. ഇതല്ല. നല്ല ഉപദേശം കിട്ടിയാൽ വാങ്ങിച്ചു വയ്ക്കും, ചെയ്യണത് നിറയിടും. മനസ്സിലായില്ലേ? ഒരു ഉൾവിളി നമുക്ക് എപ്പോഴും ഉണ്ട്. നമ്മളുടെ ഉള്ളിൽ ഏതൊരു
എന്താ പറയുക, കിരാതനും അതിൻ്റെ ഉള്ളിൽ ഉൾവിളിയുണ്ട്. അവൻ എത്ര നീചമായിട്ടുള്ള ലൈഫ് ലീഡ് ചെയ്തോട്ടെ. അപ്പോൾ ഭഗവാൻ ലോക പരിപാലനത്തിൽ ജാഗരൂകനാകയാൽ വളരെ ശ്രദ്ധ വച്ചിരിക്കുന്ന ആളായതുകൊണ്ട് പല ആജ്ഞകളും നൽകേണ്ടി വരുന്നു ഭഗവാന്. നേരിട്ടിട്ടും നേരിട്ടല്ലാതെയും പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും ഒക്കെ നേരിട്ട് കൊടുക്കുന്ന ദേവന്മാർക്ക് അധികാരം, എന്താ പറയുക, ഡയറക്ഷൻസ് കൊടുക്കുന്നുണ്ട്, ശാസനകൾ നൽകുന്നുണ്ട്. ഇൻഡയറക്റ്റായിട്ട് നമുക്ക് നൽകുന്നുണ്ട്. നമ്മളുടെ മനസ്സിൽ ഇരുന്നും കൊണ്ട് ഭഗവാൻ നൽകുന്നുണ്ട്. നമ്മളുടെ ഓരോ ഹാർട്ട് ബീറ്റും ഭഗവാന്റെ ഓരോ മെസ്സേജാണ്. ഓരോ ഹാർട്ട് ബീറ്റും. കേട്ടാൽ കൊള്ളാം. അതിന് ഭക്തി വേണം. ഭക്തി ഉണ്ടെങ്കിൽ മാത്രമേ ഭഗവാന്റെ ഉള്ളിൽ നിന്നുള്ള നമ്മുടെ വിളി കേൾക്കുള്ളൂ. ആ ഭഗവാന്റെ ഉള്ളിൽ നിന്നുള്ള വിളി നമ്മൾ കേൾക്കണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ബി ധ്യാനത്തിലിരിക്കണം. ധ്യാനത്തിലിരുന്നാൽ മാത്രമേ ഭഗവാൻ സംസാരിക്കുന്നത് നമുക്ക് കേൾക്കുള്ളൂ. മറ്റത് നമ്മുടെ ബ്ലാ ബ്ലാ ഉള്ള എന്ന് പറഞ്ഞ പ്രാർത്ഥനയേ ഉള്ളൂ. അത് നമ്മൾ ഭഗവാനോട് സംസാരിക്കുന്നതാണ്. ഭഗവാൻ നമ്മളോട് സംസാരിക്കുന്നത് ഭഗവാന്റെ ഇന്നർ വോയിസ്, കോൺഷ്യൻസ്, അത് നമ്മളോട് സംസാരിക്കുന്നത് നമ്മൾ പിന്നാക്കം തിരിഞ്ഞാൽ, ലുക്ക് ഇൻസൈഡ്. അതാണ് ധ്യാനം എന്ന് പറയുന്നത്. മെഡിറ്റേറ്റീവ് മൂഡ് അല്ലേ? കണ്ണിങ്ങനെ അടച്ചിരിക്കുന്നത്. നീ കണ്ണ് തുറന്ന് ധ്യാനം ചെയ്തുകൂടെ? എന്തിനാ കണ്ണടച്ച് ധ്യാനം ചെയ്യണം? കണ്ണടച്ച് ധ്യാനം ചെയ്യാൻ. ദാറ്റ് ഇസ് മെഡിറ്റേറ്റീവ് മൂഡ്. ആ മെഡിറ്റേറ്റീവ് മൂഡിലാണ് ധ്യാനം ഉണ്ടാവുക. ആ ധ്യാനം എന്ന് പറയുന്ന സമയത്താണ് നമ്മുടെ ഇന്നർ വോയിസ് നമുക്ക് കേൾക്കാൻ പറ്റുക. ആൻഡ് അവർ ഇന്നർ വോയിസ് ഈസ് ഹിസ് മാസ്റ്റേഴ്സ് വോയിസ്. നമ്മുടെയൊക്കെ മാസ്റ്റേഴ്സ് വോയിസാണ് ഉള്ളിലുള്ളത്. ആ വോയിസ് കേൾക്കണമെങ്കിൽ ധ്യാനം. അല്ല അവലാതി പറയാനാണോ പ്രയർ. തല തല്ലി എന്ത് വേണമെങ്കിൽ പറയാം. മനസ്സിലായി? അതാണ് വ്യാദിശ. അടുത്ത നാമം ദിശ, 940. ദിശ എന്ന് വെച്ചാൽ ദേശിക്കുന്നവൻ, ഉപദേശിക്കുന്നവൻ, അതേ അർത്ഥം തന്നെ. ദാനം ചെയ്യുന്നവൻ, മോൾ പറഞ്ഞ അർത്ഥം തന്നെ അതൊക്കെ വരുന്നത്. എല്ലാം ഒരേ തരത്തിലുള്ള നാമങ്ങളാണ്. ധർമാധർമ്മങ്ങൾ ഉപദേശിക്കുന്നു, സന്മാർഗങ്ങൾ ഉപദേശിക്കുന്നു, സത്കർമ്മങ്ങൾ ഉപദേശിക്കുന്നു, കർമ്മഫലങ്ങൾ, പാപപുണ്യങ്ങൾ പ്രദാനം ചെയ്യുന്നു. ഇതൊക്കെയാണ് ദിശ. ദേശിക്കുന്നവൻ കൊടുക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ് അതൊക്കെ വരുന്നത്. എല്ലാം ഒരേ ബണ്ടിൽ കെട്ടാവുന്ന പ്രൊഡക്ട്സാണ്. എല്ലാം ഈ നേരത്തെ പറഞ്ഞ മൂന്നും, വിദിശ, വ്യാദിശ, ദിശ. അടുത്ത നാമം 941 അനാദി. അനാദി നമ്മൾ കണ്ട നാമമാണ്. ഇതും നോൺ സ്റ്റോപ്പ് ട്രെയിൻ സ്റ്റേഷനാണ്. വേഗം പോവാം. ആദിയില്ലാത്തവൻ, ബിഗിനിങ് ലെസ്, ആദിമധ്യം അനന്തം ഇതൊന്നും ഇല്ലാത്തവൻ, എല്ലാറ്റിനും ആയതുകൊണ്ട് ഭഗവാൻ സ്വമഹിമയാൽ നിലകൊള്ളുന്നു. എല്ലാറ്റിനും മുമ്പാണ്, പിന്നെ അതിൻ്റെ മുമ്പൊരാളില്ല. അതിന് മുമ്പൊരാളില്ല, എല്ലാം മുമ്പാണ്. പിന്നെ ഉണ്ടായതൊക്കെ പിന്നീടാ. അതുകൊണ്ടല്ലേ ഈ സമയത്തിൻ്റെ സ്മോളസ്റ്റ് നോൺ യൂണിറ്റ് നോർമലി യൂസ്ഡ് നമ്മുടെ സംസാരത്തിൽ. ഞാൻ പറഞ്ഞു, ഇംഗ്ലീഷുകാർക്ക് ചില സമയത്ത് ബുദ്ധിയുണ്ട് കേട്ടോ. സാഹിബ്മാർക്ക് ചിലപ്പോൾ നല്ല ബുദ്ധിയാണ്. അവരുടെ വാക്കുകളൊക്കെ ആപ്റ്റാണ്. നമ്മുടെ കൺവെർസേഷൻ സ്റ്റൈലിൽ നമ്മുടെ യൂണിറ്റ് ഓഫ് ടൈമിൻ്റെ സ്മോളസ്റ്റ് യൂണിറ്റ് ഏതാ? ടൈമിൻ്റെ സ്മോളസ്റ്റ് യൂണിറ്റ്. ഇയർ, മന്ത്, വീക്ക്, ഡേ, അവർ, മിനിറ്റ്, സെക്കൻഡ്. പിന്നെ സെക്കൻഡ് കഴിഞ്ഞാൽ പിന്നെ എന്താ പറയൂ? തേർഡല്ല, സെക്കൻഡ് കഴിഞ്ഞാൽ ഫസ്റ്റാണ്. ഇപ്പം സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് ടൈം സംഭവിച്ചത് സെക്കൻഡാണ്. കാരണം ആ സെക്കൻഡ് ഉണ്ടാക്കാൻ ഫസ്റ്റ് ഒരാൾ വേണം.
ആ ഫസ്റ്റുള്ള ആളാണ് ഇയാൾ. അയാളുടെ ബിഗിനിങ് എന്താ? ബിഗിനിങ്ലെസ്. അപ്പോൾ സമയത്തിൻ്റെ സൃഷ്ടി സ്റ്റാർട്ടഡ് വിത്ത് സെക്കൻഡ്, നോട്ട് വിത്ത് ഫസ്റ്റ്. ഫസ്റ്റ് ഭഗവാനാണ്, സെക്കൻഡ് ടൈം. ആ ടൈമിൻ്റെ സ്മോളസ്റ്റ് യൂണിറ്റ് ഈസ് സെക്കൻഡ്. മനസ്സിലായോ? അതുകൊണ്ട് സ്വന്തം മഹിമയിലാണ് ഭഗവാൻ നിൽക്കുന്നത്. ഈ സെക്കൻഡ് നിൽക്കുന്നത് ഫസ്റ്റുകാരനാണ്. ഫസ്റ്റിൻ്റെ സപ്പോർട്ടുണ്ടോ സെക്കൻഡ് നിൽക്കുന്നത്? സെക്കൻഡ് നിൽക്കുന്നത് ഫസ്റ്റിൻ്റെ സപ്പോർട്ടുണ്ട്. തേർഡ് നിൽക്കുന്നത് സെക്കൻഡിൻ്റെ സപ്പോർട്ടുണ്ട്, അല്ലേ? കൊല്ലം നിൽക്കുന്നത് എന്തിൻ്റെ സപ്പോർട്ടുണ്ടോ? മാസത്തിൻ്റെ സപ്പോർട്ട്. മാസത്തിൻ്റെ സപ്പോർട്ടോ ആഴ്ചയുടെ സപ്പോർട്ട്. ആഴ്ചയുടെ സപ്പോർട്ടോ ദിവസത്തിൻ്റെ സപ്പോർട്ട്. ദിവസത്തിൻ്റെ സപ്പോർട്ടോ മണിക്കൂറിൻ്റെ സപ്പോർട്ട്. മണിക്കൂറിൻ്റെ സപ്പോർട്ടോ മിനിറ്റിൻ്റെ സപ്പോർട്ട്. മിനിറ്റിൻ്റെ സപ്പോർട്ടോ സെക്കൻഡ്. സെക്കൻഡിൻ്റെ സപ്പോർട്ടോ ഫസ്റ്റ്. സെക്കൻഡിൻ്റെ സപ്പോർട്ട് ഫസ്റ്റാ. ഫസ്റ്റിൻ്റെ സപ്പോർട്ടോ അനാദി. മനസ്സിലായോ? അതാണ് അനാദി എന്ന് പറയുന്നത്. ലളിത സഹസ്രനാമത്തിലുമുണ്ട് അനാദി നിധന എന്നുള്ള നാമം. പരിബ്രഹ്മേന്ദ്ര സേവിത എന്താണ് ആ നാമം? അംബിക അനാദിനിധന. അംബിക അനാദിനിധന ഹരിബ്രഹ്മേന്ദ്ര സേവിത ആണ്. അവിടെയും തന്നെയാണ് കാണും. ദേവിയുടെ ഗുണങ്ങളും അനാദി തന്നെയാണ്. ദേവി അനാദിയാണ്, എല്ലാവരും അനാദി. ശിവനും അനാദിയാണ്, ബ്രഹ്മാവ് അനാദി, എല്ലാവരും അനാദിയാണ്. എല്ലാവരും അനാദിയാണ്. നമ്മൾ ആരെടുക്കണോ അവർ അനാദിയാണ്. മനസ്സിലായോ? അപ്പം അതാണ് അനാദി. അടുത്ത നാമം ഭൂർഭുവ. ഭൂർഭുവ എന്ന് വെച്ചാൽ ഭൂമിക്ക് ആധാരമായവൻ എന്നർത്ഥം. ഭൂർഭുവ, ഭുവ ആധാരം. ഭൂർഭുവ ഭൂമിക്ക് ആധാരമായവൻ. സബ്സ്ട്രാറ്റം, ബേസ്, അടിസ്ഥാനം, കൂടസ്ഥൻ, അടിത്തറ, ഇതൊക്കെ പറയാം, സിനോണിംസ് അതൊക്കെ. ഭൂർഭുവ എന്ന് വെച്ചാൽ ഇതൊക്കെയാണ് അർത്ഥം. എന്തിൻ്റെ? ഭൂമിയുടെ. എല്ലാറ്റിനും ആധാരം ഭൂമിയാണെന്നല്ലേ നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് നമുക്ക് കാണുന്നത്, നമ്മൾ കേട്ടിട്ടുള്ളതും കണ്ടിട്ടുള്ളതും ഒക്കെ. എല്ലാം ഈ ഭൂമിയിൽ നിന്നിട്ടാണ് കളിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഭൂമിയെ തൊട്ടിട്ട് ക്ഷമസ്വ എന്ന് പറയുന്ന കാലത്ത് നീട്ടിട്ട് ഭൂമി മാതാവിനോട്, അല്ലേ? അപ്പം എല്ലാം താങ്ങുന്നതാരാ? ഭൂമി മാതാവാണ്. നമ്മളുടെ ഈ കളി നടക്കുന്ന എല്ലാ കളിയും നടക്കുന്ന സ്റ്റേജ് ഏതാ? ഭൂമിയാണ്. അപ്പം എല്ലാറ്റിനും ആധാരം ഭൂമി. ആ ഭൂമിയുടെ ആധാരം എന്താ? അത് ഭഗവാൻ. ഭൂമി നിലനിൽക്കുന്നത് ഭഗവാന്റെ മഹിമയിലാണ്. ഭൂർഭുവ, ഭഗവാന്റെ മഹിമയിലാണ് ഭൂമി നിലനിൽക്കുന്നത്. എന്നാലോചിച്ച് നോക്കും, എത്ര യൂണിവേഴ്സ് ഉണ്ട്, ഇല്ലേ? എത്ര മിൽക്കി വേ ഉണ്ട്, എത്ര സോളാർ സിസ്റ്റം ഉണ്ട്, എത്ര ബ്രഹ്മാണ്ടങ്ങളുണ്ട്, എത്ര ഗോളങ്ങളുണ്ട്. ശനി, ചൊവ്വ, ശുക്രൻ, വ്യാഴം എന്നൊക്കെ പറഞ്ഞ് എത്ര 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 അനേകായിരം ഗോളങ്ങൾ, കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ. അത് ഭൂമിയുടെ ആകർഷണം കൊണ്ട് എന്താ ഇതൊക്കെ താഴ്ത്തിക്ക് വീഴാത്തത്? ആലോചിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് അതൊന്നും താഴ്ത്തി വീഴാത്തത്? എന്തുകൊണ്ട് ചന്ദ്രൻ താഴത്തേക്ക് പൊട്ടി വീണില്ല? ഭൂമി ആകർഷിക്കേണ്ടതല്ലേ ചന്ദ്രനെ? എന്തുകൊണ്ട് സൂര്യൻ താഴത്തേക്ക് വീണില്ല? ഭൂമി ആകർഷിക്കേണ്ടതല്ലേ സൂര്യനെ? എന്തുകൊണ്ട് മറ്റുള്ള ഗോളങ്ങളെല്ലാം കൂടി ചട്ടപ്പടോന്ന് പാക്ക് ഓഫ് കാർഡ്സ് പോലെ പൊട്ടിത്തെറിഞ്ഞ് താഴത്തേക്ക് എന്തുകൊണ്ട് വീണില്ല? കാരണം എല്ലാം ഭൂമിയുടെ മുകളിലല്ലേ നിൽക്കണം. അപ്പോൾ ഭൂമിക്ക് ആകർഷണ ശക്തി ഉണ്ടെങ്കിൽ ആ ആകർഷണ ശക്തി അനുസരിച്ച് ഇതൊക്കെ വരണ്ടേ താഴത്തേക്ക്? എന്തോ വരാത്തത്? നല്ലൊരു ചോദ്യമല്ലേ? അല്ലേ? ഏതൊരു കവി പാടിയത്? ഏത് കവിയാണ്? രമണ്ണാണോ? അല്ല, ചങ്ങമ്പുഴയാണോ? എനിക്കറിയില്ല. ചങ്ങമ്പുഴ ആവാനാണ് ചാൻസ്. ആ സ്റ്റൈല് കണ്ടിട്ട് അങ്ങനെ തോന്നും. എനിക്കറിയില്ല ഏത് പുസ്തകത്തിലാണ്, പക്ഷേ കേട്ടിട്ടുണ്ട്, എവിടെ വായിച്ചിട്ടുണ്ട്. താഴത്തേക്കെന്തിത്ര സൂക്ഷിച്ചു നോക്കുന്നു താരകളെ നിങ്ങൾ നിശ്ചലരായി. എവിടെ നോക്കിയിട്ട് കവി പാടുകയാണ്,
എന്തിനാ നക്ഷത്രങ്ങളെ നിങ്ങളിങ്ങനെ തുറച്ചു നോക്കണം? നിശ്ചലരായിട്ട് അനങ്ങാണ്ട് നിന്നിട്ട് എന്തോ അന്തം വിട്ട പോലെ നോക്കണം. താഴത്തേക്കെന്തിത്ര സൂക്ഷിച്ചു നോക്കുന്നു താരകളെ നിങ്ങൾ നിശ്ചലരായി. അനങ്ങാണ്ട് നോക്കണ്ടല്ലോ വലിയ കാര്യമായിട്ട്. നിങ്ങൾ തൻ കൂട്ടത്തിൽ നിന്നിപ്പോൾ ആരാനും ഭംഗമാർന്നൂഴിയിൽ വീണുപോയോ? നിങ്ങളുടെ ആരെങ്കിലും കൂട്ടക്കാർ പെട്ടെന്ന് ഡിന്ന് ചെയ്ത് താഴത്തേക്ക് വീണു ഭൂമിയിലേക്ക്? അതുകൊണ്ടാണോ നോക്കണം? തിരയാണോ? ഒരു കവിഭാവനയാണ് അല്ലേ? ആ ഭാവന ഞാൻ ചോദിച്ചത്. ഇപ്പം എന്തുകൊണ്ട് നക്ഷത്രങ്ങൾ വീണില്ല താഴത്തേക്ക്? എന്തിനാ മുകളിൽ തന്നെ നിൽക്കുന്നത്? എന്താ ഉത്തരം? നമ്മുടെ മഹർഷിമാർക്ക് ഉത്തരമുണ്ട്. സർ ഐസാക് ന്യൂട്ടൺ 1670 കണ്ടുപിടിച്ചു ഇതിനൊക്കെ ആകർഷണശക്തി ഉണ്ടെന്ന്. ഗോളങ്ങൾക്കെല്ലാം ആകർഷണശക്തി ഉള്ളത് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആകർഷിക്കുക കാരണം അത് രണ്ടും താഴത്തേക്ക് വീണില്ല. നമ്മുടെ ഈ സസ്പെൻഡഡ് ബ്രിഡ്ജസൊക്കെ ഇല്ലേ, ഇപ്പോൾ ഹൗറ ബ്രിഡ്ജ് സസ്പെൻഷൻ ബ്രിഡ്ജാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുകയാണ്. തൂണില്ല, സപ്പോർട്ടില്ല, ആധാരമില്ല. ഭഗവാൻ തന്നെ ആധാരമാണ്. രണ്ടും അതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് വെച്ചാൽ രണ്ട് ഭാഗത്തുള്ള സ്പ്രിങ്ങും രണ്ട് സൈഡിലുള്ള ലോഡ് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് വലിക്കുകയാണ് ആ ബ്രിഡ്ജ്. അപ്പോൾ വെയിറ്റ് ബാലൻസ് ചെയ്യുന്നു. ആണ് പ്രിൻസിപ്പിളാണ് ഷോർട്ട്. എനിക്ക് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. മാത്തമാറ്റിക്കൽ കാൽക്കുലേഷനും എൻജിനീയറിങ് ആസ്പെക്ട്സും ഒന്നും നമുക്കറിയില്ല. പൊതുവെ പറഞ്ഞു കേട്ടിട്ടുള്ള ഇതാണ്. രണ്ട് സൈഡിലേക്കും പാലം പിടിച്ച് വലിക്കുക കാരണം, ശക്തി പിടിച്ച് വലിക്കുക കാരണം, സ്പ്രിങ് കൊണ്ട് അവിടുന്ന് ഇവിടുന്ന് വലിച്ചു വലിക്കുക കാരണം, നല്ല പവർഫുൾ സ്പ്രിങ് ആയിട്ടുള്ളത് കൊണ്ട് അവിടെ തന്നെ നിൽക്കുന്നു, താഴത്തേക്ക് വീണില്ല. അല്ലെങ്കിൽ താഴത്തേക്ക് വീണായിരുന്നു. ഉഗ്ലി നദിയിൽ പൊട്ടി വീണായിരുന്നു ആ പാലം. അങ്ങനെയുള്ള പാലങ്ങൾ ഇപ്പം ഉണ്ടെന്നാണ് പറഞ്ഞത്, എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഭൂമി വീഴാത്തത്. ചന്ദ്രന് ആകർഷണ ശക്തിയുണ്ട്, സൂര്യന് ആകർഷണ ശക്തിയുണ്ട്, ശനിക്കുണ്ട്, വ്യാഴത്തിനുണ്ട്, രാഹുവിനുണ്ട്, കേതുവിനുണ്ട്, ഗുളികനുണ്ട്. എല്ലാ ഗ്രഹങ്ങൾക്കുണ്ട് ആകർഷണ ശക്തി. എല്ലാ ഗോളങ്ങൾക്കും ആകർഷണ ശക്തിയുണ്ട്. എല്ലാ ഗാലാക്സികൾക്കും ആകർഷണ ശക്തിയുണ്ട്. എല്ലാവർക്കും ആകർഷണ ശക്തി ഉള്ളത് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒപ്പം പിടിച്ചു വലിക്കുന്നത് കൊണ്ട്. അപ്പോൾ നോക്കൂ, ഭഗവാന്റെ ഒരു 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 നോളജ് ഓഫ് ഫിസിക്സ്. ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് ആകർഷണ ശക്തി. അപ്പോൾ ഓരോരുത്തരും ഏത് സ്ട്രെങ്തിൽ പിടിച്ചു വലിക്കണം എന്നൊക്കെ ഡിറ്റർമിൻ ചെയ്തിട്ടുണ്ട് വ്യവസ്ഥ. എന്നാലും ശരിക്കും നിൽക്കുള്ളൂ, അല്ലെങ്കിൽ ഒരെണ്ണം താഴ്ത്തിയാടും. അവരവരുടെ പവർ അനുസരിച്ച് അവരവർ വലിക്കേണ്ട വലിയ വലിക്കണം. അതിന് ക്രോസായിട്ട് അപ്പുറത്ത് വലിക്കും. അപ്പം കുറച്ച് വീക്കാണെങ്കിൽ അവിടെ കുറച്ച് സ്ട്രെങ്ത് ആവും. അപ്പോൾ ശനി അങ്ങോട്ട് വലിച്ചാൽ ശുക്രൻ അങ്ങോട്ട് വലിക്കും, ശുക്രൻ അധികം അങ്ങോട്ട് വലിച്ചാൽ ചന്ദ്രൻ അങ്ങോട്ട് വലിക്കും. ഇങ്ങനെ ബാലൻസ് ചെയ്തിട്ടുള്ള വടംവലി കാരണമാണ് താരം താഴത്തേക്ക് ചാടാത്തത് എന്ന് 1670 ന്യൂട്ടൺ പറഞ്ഞിട്ടുണ്ട് നമ്മളോട്. പിന്നെന്താ? അതുകൊണ്ടാണ് വീഴാത്തത്. ഓഹോ, 1670 ന്യൂട്ടൺ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? കേവനാണല്ലോ ആള്. അപ്പോൾ നമ്മുടെ ആൾക്കാർക്കൊന്നും വിവരം ഉണ്ടായിരുന്നില്ലേ 1670 മുമ്പേ? ന്യൂട്ടൺ അത് മനസ്സിലാക്കിയത് അല്ലേ? കേവൻ തന്നെ കേട്ടോ സാഹിബ്. എന്നല്ല നമ്മൾ പറഞ്ഞില്ലേ, ഇറ്റ് അപ്പിയേഴ്സ് ടു മീ like a child playing on the seashore, here and there, picking up a pretty shell or a pretty pebble, while the boundless ocean of truth lies undiscovered before me. ആ സർ ഐസാക് ന്യൂട്ടനാണ്. ആപ്പിളൊക്കെ വീണില്ലേ തലയിൽ? അയാൾ തന്നെ 1670 കണ്ടുപിടിച്ചതാണ് ഗ്രാവിറ്റേഷൻ, ലോസ് ഓഫ് ഗ്രാവിറ്റേഷൻ. മനസ്സിലായോ? അതാണ് ഇപ്പോൾ നമ്മളിപ്പോൾ പഠിക്കുന്നത്. പുസ്തകങ്ങളിൽ കുട്ടികളോടൊക്കെ ചോദിച്ചു നോക്കുമോ, പറഞ്ഞു തരുമല്ലോ. 8ാം ക്ലാസ് 6ാം ക്ലാസ് 7ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളോട് ചോദിച്ചാൽ അവർ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്താണെന്ന് പറഞ്ഞു തരും. ആ ഗ്രാവിറ്റേഷൻ ഫോഴ്സിൻ്റെ തിയറിയും സിദ്ധാന്തവും അനുസരിച്ചിട്ടാണ് ഈ വക ഗോളങ്ങളൊന്നും തന്നെ ഹൗറ ബ്രിഡ്ജ് പോലെ താഴത്തേക്ക് വീഴാണ്ട് അങ്ങനെ നിൽക്കുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാണ്ട്. അപ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ നമുക്കിനി കുറച്ച് പിന്നാക്കം പോവാം ചരിത്രത്തിലേക്ക്. ഇയാൾ ഐസാക് ന്യൂട്ടൺ 1670. നമുക്ക് ഒരു 500ലേക്ക് പോവുക. വെച്ചാൽ 1100 കൊല്ലം മുമ്പ്
ന്യൂട്ടൺ ജനിക്കുന്നതിൻ്റെ ഒരു 1100 കൊല്ലം മുമ്പ്. ന്യൂട്ടൺ ജനിക്കുന്നതിൻ്റെ, കണ്ടുപിടിച്ചതിൻ്റെ അല്ല, ജനിക്കുന്നതിൻ്റെ ഒരു 1100 കൊല്ലം മുമ്പ് പോയിട്ട് AD 528. ഇതിപ്പോൾ 1600. എന്നിട്ടിപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് AD 528 ഈ രാജ്യത്ത് ആര്യഭടൻ എന്ന് പറഞ്ഞിട്ടൊരു മഹർഷി തുല്യൻ ഉണ്ടായിരുന്നു, ഒരു സയൻറ്റിസ്റ്റ്. ആര്യഭടൻ സിദ്ധാന്ത ശിരോമണി എന്ന് പറഞ്ഞിട്ട് പുസ്തകം എഴുതിയിട്ടുണ്ട് അദ്ദേഹം. ഒരു ഗ്രന്ഥമുണ്ട്. അതിൽ ഗോള അധ്യായം എന്ന് പറഞ്ഞിട്ടൊരു അധ്യായമുണ്ട്. ഒരു ഭുവനകോശം എന്ന് പറഞ്ഞിട്ടൊരു ചാപ്റ്ററും ഉണ്ട്, ഒരു പാർട്ട്. അപ്പോൾ 528 AD എഴുതിയിട്ടുള്ള, ആര്യഭട്ട എഴുതിയിട്ടുള്ള സിദ്ധാന്ത ശിരോമണിയിൽ, ആ പുസ്തകത്തിൽ ഗോളാധ്യായം എന്ന് പറഞ്ഞ അധ്യായത്തിൽ ഭുവനകോശം എന്ന് പറഞ്ഞൊരു സെപ്പറേറ്റ് ചാപ്റ്ററിൻ്റെ ഒരു സബ് ചാപ്റ്റർ ഉള്ളത് ഭുവനകോശം. അതിനെക്കുറിച്ച് പറയുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ അറിയോ? ആകൃഷ്ടിശക്തിസ്തു മഹീതയായത് ഘസ്ത്വം ഗുരും സ്വാഭിമുഖം സ്വശക്ത്യാ. ആകൃഷ്ടിശക്തിസ്തു മഹീതയായത്. ഈ ആകർഷണ ശക്തിയുള്ള എല്ലാ സാധനങ്ങളും, ഘസ്ത്വം ഗുരു, കനമുള്ള എല്ലാ സാധനങ്ങളും, സ്വ അഭിമുഖം സ്വശക്തിയ, ഈ ആകർഷണ ശക്തി ആർക്കാണോ ഉള്ളത് ആ ശക്തിയിലേക്ക് പിടിച്ചു വലിക്കുന്നു മറ്റുള്ളതിനെ, കനമായിട്ടുള്ള സാധനങ്ങളൊക്കെ. ഘസ്ത്വം ഗുരും സ്വാഭിമുഖം സ്വശക്തിയ. ആകാശത്തിൽ സ്ഥിതി ചെയ്യുന്ന ഏതെല്ലാം വസ്തുക്കളെ ശക്തി കൊണ്ട് ഭൂമിയിലേക്ക് ആകർഷിക്കുന്നുവോ അവയെല്ലാം ഭൂമിയിൽ പതിക്കണു. അല്ലേ? ശരിയല്ലേ? അപ്പോൾ ആകർഷണ ശക്തി അന്നേ പറഞ്ഞിട്ടുണ്ട് അവർ. അയാൾ കണ്ടുപിടിച്ചൊന്നുമല്ല ആകർഷണ ശക്തി ഉള്ളത് എന്ന് പറയുന്ന അയാൾക്കറിയാം. കാരണം അയാളുടെ മുത്തച്ഛൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പാഠശാലയിൽ പോയപ്പോഴേ. അതൊന്നും അവർക്കൊരു പുതുമയല്ല, കണ്ടുപിടിച്ചൊന്നുമല്ല. അതുകൊണ്ട് ആ ആകർഷണ ശക്തി താഴത്തേക്ക് നമ്മളെ വലിക്കുകയാണ്, ഈ ഗോളങ്ങളെ വലിക്കുകയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ആകൃഷ്ടി ശക്തിസ്തു മഹീതയായത്. ആകാശത്തിൽ സ്ഥിതി ചെയ്യുന്ന ഏതെല്ലാം വസ്തുക്കളെ അവനവൻ്റെ ആകർഷണ ശക്തി കൊണ്ട് ഭൂമിയിലേക്ക് ആകർഷിക്കുന്നുവോ ആ ആകർഷിക്കപ്പെട്ട വസ്തുക്കളെല്ലാം ഭൂമിയിൽ പതിക്കും. ഇത് കണ്ടുപിടുത്തൊന്നുമല്ല, അങ്ങോട്ടൊരു ഒബ്സർവേഷനാണ്. ആകർഷണ ശക്തി ഉള്ളതൊക്കെ ഇപ്പം നമ്മളൊക്കെ പറയണ പോലെ അപ്പം അത്ര കോമൺ ആയിരുന്നു ആകർഷണ ശക്തി അന്നത്തെ കാലത്ത്. മനസ്സിലായില്ലേ? എന്നിട്ട് പറയണ ആകൃഷ്ടതയെ തത് പതതീതഭാതി സമയ സമാന്തത്വ പതത്വയം വേ. ആകൃഷ്ടതയെ തത് പതതീഭാന്തി. എന്തുകൊണ്ടാണ് ആകർഷണ ശക്തി കൊണ്ട് അങ്ങനെ വലിക്കുമ്പോൾ ഗോളങ്ങളൊന്നും താഴത്തേക്ക് വീഴാത്തത് എന്നാണ് ചോദ്യം അവിടെ. മൂന്നാമത്തെ വരിയിലെ ചോദ്യമാണ്. ആകൃഷ്ടതയെ തത് പതതീവ ഭാതി. എന്തുകൊണ്ടാണ് വീഴാത്തത്? സമയ സമാന്താത്വ പതത്വയം വേ. തുല്യശക്തി കൊണ്ട് എല്ലാ ദിശകളിൽ നിന്നും ആകർഷിക്കപ്പെടുന്ന ഈ പ്രപഞ്ചം, ഈ ഗോളങ്ങൾ എങ്ങനെ പതിക്കാനാണ്, എവിടെ പതിക്കാനാണ്? ന്യൂട്ടൺ കണ്ടുപിടിച്ചത് തന്നെയല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളുടെ ഭാരതവർഷത്തിലെ പൂർവരാം ഋഷീന്ദ്രന്മാർ പാരിനുള്ള അടിത്തട്ടു പാർത്തു കണ്ടറിഞ്ഞവർ എന്ന് വെള്ളത്തോട് പാടിയത് എത്ര ശരിയാണെന്ന് ആലോചിച്ച് നോക്കൂ. മനസ്സിലായില്ലേ? അപ്പോൾ ആകൃഷ്ടി ശക്തിസ്തു മഹീതയായത് ഘസ്ത്വം ഗുരും സ്വാഭിമുഖം സ്വശക്തിയ ആകൃഷ്ടതേ തത് പതതീവ ഭാതി സമയ സമാന്തത്വ പതത്വയം ഖേ. മുകളിൽ നിന്ന് എങ്ങനെയാണ് താഴത്തേക്ക് വീഴുക? ക്വ പതത്വയം ഖേ. എങ്ങനെ വീഴും? തുല്യശക്തി കൊണ്ട് എല്ലാ ദിക്കിലേക്കും ആകർഷിക്കപ്പെടുന്ന പ്രപഞ്ചം ഇല്ലെങ്കിൽ ഗോളങ്ങൾ എവിടെ പതിക്കാനാ? ഇതെന്ന് 528 AD.
ന്യൂട്ടൺ കണ്ടുപിടിച്ച പബ്ലിഷ് ചെയ്ത് കുട്ടികളിൽ നിന്ന് പഠിക്കുന്നത് ആര് കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞാൽ ന്യൂട്ടൺ. എപ്പോൾ കണ്ടുപിടിച്ചു? 1670. അതിന് മുമ്പുണ്ടായിരുന്നു? അതിന് മുമ്പൊന്നും ഇല്ല അവിടെ. ന്യൂട്ടൺ വന്നതിന് ശേഷമാണ് ഈ ഫിസിക്സൊക്കെ ഉണ്ടായത്. എന്താ ചെയ്യുക അല്ലേ? 1100 കൊല്ലം മുമ്പ് ന്യൂട്ടൺ കണ്ടുപിടിച്ചു നമ്മളിന്ന് പറയുന്നതിൻ്റെ 1100 കൊല്ലം മുമ്പ് ഏതൊരു ഗ്രന്ഥത്തിലും ചെറിയൊരു ഭാഗത്ത് എഴുതിയിട്ടതാണ്. ആലോചിച്ച് നോക്കൂ. മനസ്സിലിരിക്കട്ടെ, ഇത്രയേ വേണ്ടു. അപ്പോൾ ബാക്ക് ടു സബ്ജക്റ്റ്. ഭൂമി അന്തരീക്ഷത്തിൽ തന്നെ തിരിയുന്നു അല്ലേ? തന്നെത്താൻ തിരിയുന്നു. സൂര്യനെ അന്തരീക്ഷത്തിൽ കൂടി ചുറ്റി തിരിയുകയും ചെയ്യുന്നു. രണ്ടുമുണ്ട്. തന്നെത്താനും കറങ്ങുന്നുണ്ട് അല്ലേ? കുട്ടികളില്ലേ ഇങ്ങനെ തന്നെത്താൻ ഓടിയിട്ട് ഇങ്ങനെ ഗ്രൗണ്ട് ഇങ്ങനെ ഫുള്ള് കളിക്കും, ഓടി കളിക്കും. തന്നെത്താൻ അങ്ങനെ തിരിയും ചെയ്യും, കാവടി കളിക്കണ പോലെ. തന്നെത്താനും തിരിയും, തിരിയണോടത്ത് ഇങ്ങനെ റൗണ്ടായിട്ട് വേറെ വരും ചെയ്യും. വിച്ച് ഈസ് ടെക്നിക്കലി കോൾഡ് റൊട്ടേഷൻ ആൻഡ് റെവല്യൂഷൻ. അത് ഭൂമി നടത്തുന്നു. അതിന് ആധാരശക്തി ആരാ? ഇതൊന്നുമില്ലാണ്ടേ കറങ്ങണതേ. തന്നെത്താൻ സ്വയം കറങ്ങാണ്. രണ്ട് കറക്കം, ഒന്ന് റൊട്ടേഷൻ, ഒന്ന് റെവല്യൂഷൻ. ഇങ്ങനെ ഏതെല്ലാം ഗ്രഹങ്ങൾ എവിടെയൊക്കെ എങ്ങനെയൊക്കെ കറങ്ങേണ്ടതെന്ന് ആർക്കറിയാം? കറങ്ങുന്നുണ്ടെങ്കിലും കറങ്ങുന്നില്ലെങ്കിലും എല്ലാം മുത്തശ്ശി പറഞ്ഞ പോലെ ഭഗവാന്റെ ലീല അല്ലേ? അത് മനസ്സിലാക്കിയാൽ മതി. അതാണ് ഭൂർഭുവ. അടുത്ത നാമം 943 ലക്ഷ്മി. ലക്ഷ്മി എന്ന് വെച്ചെങ്കിൽ ആത്മവിദ്യ, ശോഭനമായത്, സമ്പത്ത് എന്നൊക്കെ അർത്ഥമുണ്ട്. അനന്തശ്രീ എന്നുള്ളൊരു നാമം വായിച്ചിട്ടില്ലേ ഇവിടെ? അനന്തശ്രീ, അതൊന്ന് ഓർത്താൽ മതി. അനന്തമായിട്ടുള്ള ശ്രീ ഉള്ളവൻ അർത്ഥം. ലക്ഷ്മി എന്ന പദം ശോഭനത്വത്തെ കുറിക്കുന്നു. ലക്ഷ്മി ആത്മവിദ്യാച ദേവീത്വം വിഷ്ണു പുരാണത്തിൽ പറയും. ആത്മവിദ്യാതു ദേവീത്വം. അനന്തശ്രീയാണ് ഭഗവാൻ. അനന്തശ്രീ രണ്ടുകൊണ്ടും സ്വയം സ്വന്തം തറവാട്ടിലുണ്ട് പൈസ, വൈഫ് ഹൗസിലുണ്ട്. പിന്നെ എന്താ വേണ്ടത്? ഭാഗ്യം ചെയ്യണം അങ്ങനെയൊക്കെ അല്ലേ? അപ്പോൾ അതാണ് ലക്ഷ്മി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശോഭനമായിട്ടുള്ളത്, സമ്പത്ത് എന്നൊക്കെയാണ് അർത്ഥം. ഭഗവാൻ അതൊക്കെ ഒരാളുണ്ട്. ഇന്നലെ നമ്മൾ കണ്ടില്ലേ? എന്താണ് ഭഗ എന്നുള്ളതിൻ്റെ ഐശ്വര്യസ സമഗ്രസ്യ. ഇത് കണ്ട നാമങ്ങൾ ഇനി അതെല്ലാം കേട്ടോ, വീണ്ടും വീണ്ടും വരികയാണ്. അടുത്ത നാമം 944 സുവീര. ഇതും അതന്നെ അർത്ഥം. ശോഭനവും വിവിധവുമായ ഗതി ഉള്ളവൻ അർത്ഥം. പല മാർഗങ്ങളിലും ഉള്ളവൻ. പല ഗതിയുമുള്ളവൻ. ഗതിയില്ലാത്തവർ നമ്മളല്ലേ? ഭഗവാൻ അങ്ങനെയല്ല. ഭഗവാന് ധാരാളം ഗതിയുണ്ട്, അസ്വല് ഗതിയുണ്ട് ഭഗവാൻ. നമ്മളെ പോലെ ഗതിയില്ലാത്തവരല്ല, നല്ല ഗതിയുണ്ട് ഭഗവാന്. വീരരസമുള്ളവൻ അങ്ങനെ ഒരു അർത്ഥം പറയുന്നുണ്ട്. സുവീര. സു എന്ന് വെച്ചെങ്കിൽ പറഞ്ഞിട്ടില്ലേ? സു നല്ലത് നല്ലത്. സുവീര. അപ്പോൾ വീരരസമുള്ളവൻ, ഈ അർത്ഥം വരുന്ന നാമങ്ങൾ നമ്മൾ ധാരാളം കണ്ടിട്ടില്ലേ? അടുത്ത നാമം 945 രുചിരാംഗ. രുചിരാംഗത. ശോഭനമായ അവയവങ്ങളുള്ളവൻ, അംഗങ്ങളുള്ളവൻ. ഇത് കണ്ടിട്ടുണ്ട്. സുവർണ ബിന്ദു എന്നുള്ള നാമൊക്കെ ഉണ്ട്. വർണ്ണന ഭഗവാന്റെ പ്രസിദ്ധല്ലേ? കനകാംഗതി എന്നുള്ള നാമൊക്കെ ഉണ്ട്. ഭഗവാന്റെ കേശാധിപാത വർണ്ണന പ്രസിദ്ധല്ലേ? അല്ലേ? കേശാധിപാത വർണ്ണന പ്രസിദ്ധല്ലേ ഭഗവാന്റെ? സൂര്യസ്പർദ്ധ കിരീടി എന്നുള്ള ശ്ലോകോ, അഗ്രേ പശ്യാമി എന്നുള്ള ശ്ലോകോ, ഏത് പണി എടുത്തോളൂ. അടി തൊട്ട് മുട്ടി വരെ ഭഗവാന്റെ വർണ്ണിക്കണത് എന്തൊരു വർണ്ണനയാണ് അല്ലേ?
എന്താ കൈ തൊഴാം തൊഴാം അമ്പാടി മണിക്കുഞ്ഞേ. അപ്പോൾ ഭഗവാന്റെ അംഗങ്ങൾ വിവരിക്കാൻ പുറപ്പെട്ടാൽ അവസാനം ഉണ്ടാവില്ല. പണ്ഡിതന്മാരൊക്കെ വലഞ്ഞ് വിശർത്ത് ക്ഷീണിച്ച് താഴ്ത്തു വീഴും അതൊക്കെ വർണ്ണിക്കാൻ പുറപ്പെട്ട. മനസ്സിലായില്ലേ? അതാണ് രുചിരാംഗത. 946 ജനന. ജനന മീൻസ് ജനിപ്പിക്കുന്നവൻ എന്നർത്ഥം. ജനിപ്പിക്കുന്നവൻ. ദ കോസ്, ദ കാരണം, പ്രൈമോർഡിയൽ കോസ്. പ്രപഞ്ചത്തിന് കാരണഭൂതനായാൽ എല്ലാ ചരാചരങ്ങളുടെയും പിതാവ് ഭഗവാൻ ഡിക്ലെയർ ചെയ്യുന്നുണ്ട് 9-ാം അധ്യായത്തിൽ. എല്ലാ ചരാചരങ്ങൾക്കും ഞാൻ പിതാവാണ്. പിതാമഹസ്യ ജഗതോ മാതാ ധാതാ പിതാമഹ. അച്ഛനും അമ്മയൊക്കെ ഞാൻ തന്നെയാടോ. ഐ ആം യുവർ പാരൻറ്റേജ്. നിങ്ങളെല്ലാവരും ഈ തറവാട്ടിൽ നിന്ന് പോയവരാ. 9-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു. അത് ഭഗവാൻ അർജുനൻ്റെ മനസ്സിലെങ്ങനെയുണ്ട്, അത് പിന്നെ ഒന്നും കൂടി അങ്ങോട്ട് ഊട്ടി ഉറപ്പിച്ചു 11-ാം അധ്യായത്തിലെ വിശ്വരൂപം കണ്ടപ്പോൾ. അത് കണ്ടപ്പോഴാണ് ഭഗവാന് മനസ്സിലായി ആള് ചില്ലറക്കാരനല്ലല്ലോ എന്ന്. എന്നിട്ട് അത് കണ്ടിട്ടുള്ളൊരു വർണ്ണനയിൽ അർജുനൻ്റെ വായന്ന് പെട്ടെന്ന് വരും പിതാസി ലോകസ്യ ചരാചരസ്യാന്ന്. ഈ ചരാചരങ്ങൾക്കും ഈ ലോകത്തിനെല്ലാം പിതാവാണ് ഞാൻ ഈ കാണുന്നത്. ചരാചരത്തിനു പിതാവു നീതാൻ. എന്തിനപ്പം ഇതൊക്കെ നമുക്കറിഞ്ഞിട്ട് കാര്യം? ഭഗവാൻ പിതാവാണെന്ന് അറിഞ്ഞപ്പോൾ നമുക്കെന്താ? നമുക്കുണ്ട്, നമുക്ക് ധാരാളമുണ്ട്. നമുക്കത് അറിവ് അത്യാവശ്യമാണ്. എന്താ ഈ അറിവ്? നമ്മളെല്ലാവരും ഭഗവാന്റെ തറവാട്ടിൽ നിന്ന് വന്നവരാ. ഒരേ ഉറവിടം. ഒന്നല്ലേ നമ്മയ്യ രചിച്ചതു ഒന്നല്ലേ കയ്യഹ രചിച്ചതു നമ്മയെല്ലാം. ആശാൻ്റെ വാക്കുകൾ കണ്ടെടുക്കുകയാണ്. ഒരേ കയ്യല്ലേ നമ്മളെ രചിച്ചത്. ഒരേ അച്ഛനമ്മമാരല്ലേ നമുക്കുള്ളത്. ജഗത പിതരോന്തയും. ജഗപ്പിതാക്കന്മാരായിട്ട് അമ്മയും അച്ഛനും പാരൻറ്റേജ് ആരാ? ഒരാളാണ്. ആ ഒരു ധാരണ നമ്മളുടെ മനസ്സിൽ വന്നാൽ, തിയറിറ്റിക്കലി ഒന്ന് ആലോചിച്ചു, ആ ഒരു ധാരണ നമ്മളുടെ മനസ്സിൽ വന്നാൽ, ഒന്നായ നിന്നെ ഇഹ രണ്ടെന്നു കണ്ടളവിൽ ഉണ്ടായൊരിണ്ടൽ ബലം ഉണ്ടാവതല്ല മമ. ഈ പുറത്തു പറയാൻ പറ്റാത്ത കിണ്ടലുകളൊക്കെ നമുക്ക് നാണകേടായിട്ട് തോന്നില്ലേ? ഈ സ്പർദ്ധ, ഈ വൈരാഗ്യം, ഈ തമ്മിത്തല്ല്, ഈ അതിര് തർക്കം, ഇതൊക്കെ നമുക്ക് എന്തിനാ ഞാൻ ഇതൊക്കെ ചെയ്തതെന്ന് അറിയില്ല. ആ ഒരു ഭാവന നമ്മളുടെ മനസ്സിലുണ്ടെങ്കിൽ പ്രവർത്തിക്കണ്ട, പ്രവൃത്തി അവിടെ ഇരിക്കട്ടെ. ആ ഒരു ധാരണ മനസ്സിലുണ്ടെങ്കിൽ പ്രവൃത്തി നമ്മൾ മാറില്ലേ? ആലോചിച്ച് നോക്കൂ. ഈ ചെയ്തതിനൊക്കെ നമ്മൾ റിപ്പൻറ്റൻസ് പറയേണ്ടി വരില്ലേ ഭഗവാനോട്? ബോംബെയിൽ പണ്ട്, ഇപ്പം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, പണ്ട് ബസ്സിന് ഭയങ്കര ക്യൂ ആണ്. BST ബസ്സിന് ഭയങ്കര ക്യൂ. അപ്പോൾ ജോലി വിട്ടിട്ട് ഇങ്ങനെ ക്യൂ നിൽക്കുന്നുണ്ടാവും കുറേ ആൾക്കാർ. അത് ടൈമൊക്കെ നോക്കിയിട്ടാണ്, കറക്റ്റ് ടൈമിന് വരരുത്. ഫാസ്റ്റ് അല്ലാത്തതും പലതും ഉണ്ട്. അതിനനുസരിച്ച് ആൾക്കാർ വന്നിങ്ങനെ ക്യൂ നിൽക്കും. ഭയങ്കര ഒരു ഡിസിപ്ലിനുള്ളൊരു കാര്യമായിരുന്നു ബോംബെയിലത്, ക്യൂ നിൽക്കൽ. മാറില്ല ആരും വന്നിട്ട്. അങ്ങനെ ഒരു ബസ്സിൽ ക്യൂ നിൽക്കുകയായിരുന്നു ചർച്ച് ഗേറ്റിൽ. അയാൾക്ക് ഇങ്ങോട്ട് പോകണം, എവിടെയാ, എന്താ പറയുക, ബോറിവില്ലയോ അന്തേരിയോ എവിടെ ദൂര സ്ഥലത്തേക്ക് പോകേണ്ടതാണ്. അയാൾ ചർച്ച് ഗേറ്റിൽ ഓഫീസിൽ ഇറങ്ങിയിട്ട് അവിടെ ക്യൂ നിൽക്കുകയാണ് ബസ് സ്റ്റോപ്പിൽ. ഏതാണ്ട് സമയമായി. ലാസ്റ്റ് ബസ്സോ അല്ലെങ്കിൽ ലാസ്റ്റ് ബട്ട് 1 ബസ്സൊക്കെ ഉള്ളൂ. ഒരു ബസ് 2 ബസ്സൊക്കെ ഉള്ളൂ. ഫ്രീക്വൻസിയും കുറവാണ്. ക്യൂവിൽ നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരാൾ വന്നിട്ട് അയാളുടെ മുമ്പ് നിന്നപ്പോൾ അയാൾ വഴക്കായി. തും ക്യാ കർത്താ ഹൈ, കഹാ സേ ആതാ ഹൈ തും ഒക്കെ പറഞ്ഞിട്ട്. എന്താ നീ കാണിക്കണേ, എവിടുന്നാ നീ വന്നേ, ക്യൂ മേ താ കിത്തന ടൈം ഹോ ഗയാ, അങ്ങനെയൊക്കെ പറഞ്ഞ് ഹിന്ദിയിൽ അടിച്ച് കലക്കി ബഹളം. രണ്ടാളും. അയാൾ മുട്ടൊടുക്കില്ല, ഇയാൾ മുട്ടൊടുക്കും. ഐ വാസ് ഹിയർ ഓൺലി, ഞാൻ പട്ടിണിയായിരുന്നു, ഇപ്പം അങ്ങോട്ട് പോയതാണ്, മുറുക്കാൻ മേടിക്കാൻ പോയതാണ്, സിഗരറ്റ് മേടിക്കാൻ പോയതാണ്, തുപ്പാൻ പോയതാണ്, അങ്ങനെയൊക്കെ പറഞ്ഞു. നോ യു ആർ നോട്ട് ഹിയർ, ഐ ക്യാൻ സി.
ഭയങ്കര അടിപിടി. ഈ അടിപിടി മൂത്ത് നോക്കിയപ്പോൾ എന്തായി, രണ്ട് ബസ് വന്നു. 2 ബസ്സിലും പോകേണ്ട ആൾക്കാരൊക്കെ പോയി. ഇവർ മുമ്പിലും ഇല്ല ആൾക്കാർ, പിമ്പിലും ഇല്ല ആൾക്കാർ. ഇവർ മാത്രം നിന്നിങ്ങനെ ചണ്ട കൂടുണ്ട്. 2 ബസ്സും പോയി, 2 ബസ് പോയി. ഇനിയിപ്പോൾ 3ാമത്തെ ബസ് വരണമെങ്കിൽ ഇനി 45 മിനിറ്റ് എടുക്കും. എന്താ ചെയ്യുക? വേറെ ബസ്സും ഇല്ല. അങ്ങനെ പാരപ്പറ്റ വാളിൻ്റെ മുകളിൽ ഇങ്ങനെ ചെന്നിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട്. അപ്പോൾ ഗ്യാസൊക്കെ കഴിഞ്ഞു, എല്ലാവരും ചീത്തവറിലൊക്കെ കഴിഞ്ഞു, ആ സിലിണ്ടറൊക്കെ കഴിഞ്ഞു, 2 ആളുടെയും കഴിഞ്ഞു. അതിന് അത്രയ്ക്ക് പറഞ്ഞിട്ടുണ്ടേ. ഇത് കേൾക്കാൻ ശല്യം വയ്യാന്ന് പറഞ്ഞിട്ടാണ് ആൾക്കാർ വേഗം ബസ് കയറിയത്. തെറ്റായ ബസ്സായാലും വരുമില്ല, ഇവിടെ കണ്ടല്ലോ പോവാന്ന് പറഞ്ഞിട്ട് കയറിയത്. അപ്പോൾ കുറേ ചണ്ട എടുക്കലൊക്കെ കഴിഞ്ഞ് 2 പേരും ക്ഷീണിച്ച് അവിടെ ചെന്ന് പാരപ്പറ്റ് വാളിൽ ഇങ്ങനെ ഇരിക്കുക. സമയമുണ്ട്, അത് 2 ആളും വാച്ച് നോക്കുന്നുണ്ട്. അരമണിക്കൂർ എങ്ങനെയും ഉണ്ട്. ഒരാൾ തെക്കോട്ടും ഒരാൾ വടക്കോട്ടും നോക്കിയിട്ടായിരിക്കണം, പൃഷ്ഠം അങ്ങോട്ടും ഇങ്ങോട്ടും കാണിച്ചിട്ട്. കുറേ കഴിഞ്ഞപ്പോൾ ഒരാളിങ്ങോട്ട് മര്യാദയ്ക്ക് കിഴക്കോട്ട് നോക്കി തിരിഞ്ഞിരുന്നു, വടക്കുന്ന് കിഴക്കോട്ട് നോക്കി തിരിഞ്ഞിരുന്നു. 10 മിനിറ്റ് 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മറ്റാളും വടക്കോട്ട് നോക്കിയിരുന്ന ആൾ തെക്കോട്ട് നോക്കിയിരുന്ന ആൾ അയാളും കിഴക്കോട്ട് തിരിഞ്ഞിരുന്നു. അപ്പോൾ 2 ആളും കിഴക്കോട്ട് ഫേസ് ചെയ്ത് സൈഡ് ബൈ സൈഡ് ഇരിക്കുക. വലിയ ഡിസ്റ്റൻസ് ഒന്നുമില്ല, എന്നാൽ തൊടുമില്ല, ഒന്നങ്ങനെ നീങ്ങിയിരിക്കും ചെയ്യും. അറിയാലോ നമ്മുടെ സമ്പ്രദായം എങ്ങനെയാണ്, തൊട്ടതിന് പ്രശ്നമായാലോ ചോദിച്ചു നീങ്ങിയിരുന്നു. കുറച്ചൊക്കെ നീങ്ങിയിരുന്നു. പിന്നെ വാച്ച് നോക്കി, പിന്നെ സമയം നോക്കി, ബസ് വരണം നോക്കി, ലൈറ്റ് കണ്ടു, നീട്ടു നോക്കി. ഒരു ബസ് പോയി, ഇതല്ല എന്ന് പറഞ്ഞു, ഇരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരാൾ ചോദിച്ചു, അല്ലേ വേറെ ഫ്രം ഹിന്ദിയിൽ. അത് എനിക്ക് എങ്ങനെ ചോദിക്കാൻ അറിയില്ല, ഹിന്ദിയിലാണ് ചോദിച്ചത്. വേറെ ആർ യു ഫ്രം? ഐ ആം ഫ്രം കേരള. മലയാളിയാണോ? കേരള എന്ന് പറഞ്ഞാൽ പിന്നെ ഇത് മലയാളിയാണോ? ഹിന്ദിയിലായിരുന്നു കാസർഗോഡിന് ഇതേവരെ. കാസർഗോത്താണ് ഹിന്ദിയിൽ കറി കുറച്ചിൽ. എന്നിട്ട് ഇപ്പോൾ അവസാനം വഴക്കൊക്കെ കഴിഞ്ഞ് ശാന്ത മനോഭാവമായിട്ടിരിക്കുമ്പോൾ വേറെ ആർ യു ഫ്രം എന്ന് ചോദിച്ചപ്പോൾ കേരള എന്ന് പറഞ്ഞപ്പോൾ അയാൾക്ക് പൊള്ളി. മലയാളിയാണോ? പിന്നെ മലയാളിയല്ലാണ്ട് ഞാൻ കേരള എന്ന് പറയാം. കേരള നാട്ടിലെവിടെയപ്പോൾ? അപ്പോൾ ഒന്ന് അടുത്തിരുന്നു, അകലിരുന്നായിരുന്നു, ഒന്നുകൂടി അടുത്തു. നാട്ടിലെവിടെയാ? ഞാൻ ഗുരുവായൂരാ. ഗുരുവായൂരോ? ആ ഗുരുവായൂർ എവിടെയാ? എന്താ ഗുരുവായൂർ അറിയോ? അല്ല അറിയാം, എവിടെയാ? ഞാൻ തമ്പുരാമ്പടി. തമ്പുരാമ്പടി ഒന്നും കൂടി എടുത്തു. അയാളുടെ കയ്യിൻ്റെ മുകളിൽ കയറി പിടിച്ചു. തമ്പുരാമ്പടി എവിടെയാ ഇനിയാ? ഒച്ച പ്രായമായിട്ടുള്ള ഒരാളൊന്ന് വയസ്സ് കുറവായിട്ടുള്ള ആൾ. തമ്പുരാമ്പടി എവിടെയാ? തമ്പുരാമ്പടി എവിടെയാ ചോദിച്ചാൽ ഗുരുവായൂരിൽ നിന്ന് അങ്ങോട്ട് പോകണ വഴിക്ക് അറിയില്ലേ? ആനക്കോട്ടൊക്കെ കഴിഞ്ഞിട്ട് തമ്പുരാമ്പടി. മനസ്സിലായി, തമ്പുരാമ്പടി എവിടുത്തെന്നാ ചോദിച്ചു കഴിഞ്ഞാൽ. എന്താ തമ്പുരാമ്പടി ഞാൻ അറിയോ? അല്ല എവിടുത്തെന്ന് പറയുമോ? എൻ്റെ വീടും പേര് കുമരത്തേന്നാ. കുമരത്തെയോ? കുമരത്തെ ഒരു ഗോവിന്ദൻകുട്ടി മേനോൻ ഉണ്ടായിരുന്നല്ലോ, കുമരത്തെ ഗോവിന്ദൻകുട്ടി മേനോൻ, കെ ജി മേനോൻ. എന്തപ്പോൾ ഉണ്ട്? അല്ല കെ ജി മേനോനെ അറിയോ? താനെ എവിടുന്നാ വരുന്നത്? അല്ല ഞാൻ തമ്പുരാമ്പടിയിൽ നിന്ന് തന്നെ. തമ്പുരാമ്പടിന്നോ? അപ്പോൾ ഇയാൾ കുറച്ചും കൂടി അങ്ങോട്ട് നീങ്ങിയിരുന്നു. തമ്പുരാമ്പടിന്നോ? അതെ. എവിടുത്തെ താൻ? ഞാൻ കുമരത്തൊരു ബന്ധുവാണ്. എൻ്റെ വീട്ടിലെ ബന്ധുവോ? അതെ. ആരാ? അല്ല കെ ജി മേനോൻ എന്ന് പറഞ്ഞില്ലേ, കെ ജി മേൻ്റെ വൈഫിൻ്റെ എന്താ പറയുക, സരോജിനിയുടെ മരുമകനാ ഞാൻ. സരോജിനിയുടെ മരുമകനോ? അപ്പം നാട്ടിലുണ്ടായിരുന്നില്ലേ? അങ്ങനെ വരട്ടെ. എന്താ പേര്? ഇത് രാമേന്ദ്രൻ. രാമൂട്ടിയല്ലേ വിളിക്കുക നാട്ടിൽ? അപ്പം പറ്റിയിട്ട്. താനല്ലേ കുറേ കാലമായിട്ട് ബോംബെ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് നാട്ടിലേക്ക് വിവരമൊന്നും ഉണ്ടായിരുന്നില്ല, എഴുത്തൊന്നും അയച്ചിരുന്നില്ല. പിന്നെ എന്നിട്ട് രണ്ടാമത് കെ ജി മേനോൻ വന്നിട്ടാണ് കൊണ്ടുപോയി എന്നൊക്കെ സരോനിയോപ്പിൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. സരോനേച്ചി ഞങ്ങളോട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. സരോനേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ. അത് ശരി. അതാണ് ബന്ധമല്ലേ? നിങ്ങളാരാ? ഞാൻ ഈ കെ ജി മേൻ്റെ നേരെ മരുമകനാ. അമ്മാളൂട്ടിയപ്പോളുടെ മകനോ? അതെ. അമ്മാളൂട്ടിയപ്പോൾക്ക് ഒരു മകനല്ലേ ഉള്ളൂ, രാധാകൃഷ്ണൻ. ഞാൻ രാധാകൃഷ്ണ. എൻ്റെ രാധാകൃഷ്ണേട്ടാ എന്നെ അറിയില്ലേ? എന്നെ അറിയാമല്ല ഞാൻ പറഞ്ഞേ. അപ്പോഴേക്കും കെട്ടിപ്പിടിച്ചു. പിന്നത്തെ കഥ ഒന്നും പറയണ്ട. എൻ്റെ രാമകൃഷ്ണ, എൻ്റെ രാധാകൃഷ്ണ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞില്ല കേട്ടോ.
സോറി, ഐ ആം എക്സ്ട്രീംലി സോറി. എങ്ങനെ തന്നോട് സോറി പറയേണ്ടതെന്ന് അറിയില്ല. താനൊന്നല്ല, നീയെന്ന് വിളിക്കട്ടെ ഞാൻ. രാമകൃഷ്ണ, നന്നോട് ഞാൻ എങ്ങനെയാണ് സോറി പറയേണ്ടത്? അതൊന്നും സാരില്ല രാമകൃഷ്ണേട്ടാ, അറിയേണ്ട പറ്റിയതല്ലേ, അറിഞ്ഞ അങ്ങനെയൊക്കെ പറയോ? എവിടുന്ന് വന്നു ഈ സ്നേഹം? പ്ലീസ് ഒന്ന് ആലോചിക്കൂ. എവിടുന്ന് വന്നു ഈ ശ്ലോകം, ഈ സ്നേഹം? ഇയാൾ എന്താ കരുമത്ത വീട്ടിലല്ല ഇയാൾ. KG-മേൻ്റെ ആരുമല്ല. KG-മേൻ്റെ വൈഫിനെ സരോജിനി ചേച്ചിയുടെ മരുമകൻ. ദാറ്റ്സ് ഓൾ. വളഞ്ഞൊരു പലബന്ധം കൂടിയില്ല. പക്ഷെ ആ വീട്ടിലൊരു ബന്ധുവാണെന്ന് അറിഞ്ഞപ്പോൾ ഈ KG-മേൻ്റെ മരുമകനായിരിക്കുന്ന രാധാകൃഷ്ണൻ അയാളുടെ അമ്മാവൻ്റെ ഭാര്യയുടെ അമ്മായിയുടെ മരുമകനാണ്, അപ്പുറത്തുള്ള ആളെന്ന് അറിഞ്ഞപ്പോൾ അയാളുടെ വീട്ടിലല്ല. എന്താ ഒരു കെട്ടിപ്പിടുത്തം? എവിടുന്ന് വന്നത്? എന്താ കാരണം? ജനന, സെയിം സോഴ്സ്. പിതാസി ലോകസ്യ ചരാചരസ്യ. പിതാമഹസ്യ ജഗതോ, മാതാ ധാതാ പിതാമഹ. ഒരേ ഉറവിടം, ഒന്നല്ലേ കയ്യ രചിച്ചത് നമ്മയെല്ലാം. ഒരേ ഉറവിടത്തു നിന്ന് വന്നതാണ്, ഒരേ നാട്ടുകാരാണ്, ഒരേ വീട്ടുകാരാണ്, ഒരേ ബന്ധമുള്ള ആൾക്കാരാണ് എന്ന് പറഞ്ഞപ്പോൾ ആ ചെയ്ത തെറ്റുകളും ഒന്നാണ് നമ്മളൊക്കെ എന്ന് മനസ്സിലാക്കിയപ്പോൾ രണ്ടാണെന്ന് കണ്ടിട്ടുള്ള ഇണ്ടൽ മിണ്ടാവതല്ല മമ്മ. എന്തൊക്കെ ഞാൻ തന്നെ പറഞ്ഞേ. അതൊക്കെ പോട്ടെ രാധേഷേട്ടാ, ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുക, സാരില്ല. പോവാ, എന്നാൽ ഏതായാലും ഇപ്പം എൻ്റെ വീട്ടിലേക്ക് പോവാ, വരുമോ എന്ന് പറഞ്ഞിട്ട് രാധാകൃഷ്ണേട്ടൻ ഈ രാമകൃഷ്ണനെ പിടിച്ച് അങ്ങോട്ട് കൊണ്ടുപോയി. 2 ദിവസമൊക്കെ അവിടെ താമസിച്ച് സുഖമായിട്ടാണ് പോകുന്നതെന്നാണ് പിന്നെ കഥ കേട്ടവർ പറയണത്. അത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് മാത്രം. ഇതാണ് ഈ നാമം നമ്മൾ ഉൾക്കൊണ്ടാലുള്ള മെച്ചം. സ്പർദ്ധ, വൈരാഗ്യം, ആവശ്യമില്ലാത്തതിൻ്റെ തല്ലൂടിൽ, കുട്ടികൾ തല്ലൂടുന്ന പോലെ അതെൻ്റെ ഇതെൻ്റെ മറ്റേത് മറിച്ച് ഇതൊക്കെ നിൽക്കും. സമാധാനം അവനവൻ്റെ മനസ്സിലുണ്ടാവും. ജീവിക്കുന്ന രാജ്യത്ത് സമാധാനം ഉണ്ടാവും, അടുത്ത് താമസിക്കുന്നവർക്ക് സമാധാനം ഉണ്ടാവും, നാട്ടിൽ സമാധാനം ഉണ്ടാവും. അതാണ് ആ നാമത്തിൻ്റെ അർത്ഥം. ഇതൊക്കെ നമുക്ക് ഇവിടെ നിർത്തുക. അടുത്ത 947 അടുത്ത നാമാണ്. നാളെ കാണാം. അതുവരെ എല്ലാവർക്കും ഹരി ഓം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. കൃഷ്ണ ഗുരുവായൂരപ്പ ഭഗവാനെ രക്ഷിക്കണേ.